നമസ്കാരം. ഡിജിറ്റൽ പ്ലാനറ്റിലേക്ക് സ്വാഗതം. സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലുള്ള വിവിധ ഒഴിവുകളുടെ ഡീറ്റെയിൽസാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ അപേക്ഷ ആരംഭിച്ച തീയതി ഏപ്രിൽ 7, അവസാന തീയതി ഏപ്രിൽ 28. അപ്പോൾ ലഭ്യമായിട്ടുള്ള ഇപ്പോൾ ഒഴിവുകൾ: സയൻറ്റിസ്റ്റ് ബി 22 ഒഴിവുകളുണ്ട്. അതിൽ SC 3, ST 1, OBC 7, EWS 1, UR 10. അത് 35 വയസ്സ് വരെ അപേക്ഷിക്കാം. നെക്സ്റ്റ് വന്നിട്ട് ഒരു അസിസ്റ്റൻറ്റ് ലോ ഓഫീസർ ഒരു ഒഴിവാണുള്ളത്. URനാണ് ഒരൊഴിവ്. പിന്നെ അതിൽ 30 വയസ്സ് വരെയാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ സീനിയർ ടെക്നിക്കൽ സൂപ്പർവൈസർ 2 ഒഴിവുകളാണ്. അതും UR ആണ് 2. 30 വയസ്സ് വരെ അപേക്ഷിക്കാം. നെക്സ്റ്റ് സീനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് 4 ഒഴിവുകളാണുള്ളത്. അതിൽ ST 1, OBC 1, EWS 1, UR 1. 30 വയസ്സ് വരെ. ടെക്നിക്കൽ സൂപ്പർവൈസർ 5 ഒഴിവുകളാണുള്ളത്. 30 വയസ്സ് വരെ അപേക്ഷിക്കാം. അതിൽ SC 1, OBC 1, EWS 1, UR 2. നെക്സ്റ്റ് അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ് 2 ഒഴിവുകൾ. OBC 1, UR 1. അതേപോലെ ജൂനിയർ ട്രാൻസ്ലേറ്റർ ഒരൊഴിവാണുള്ളത് URന്. അതാണ് അസിസ്റ്റൻറ്റ് 4 ഒഴിവുകളുണ്ട്. OBC 2, EWS 1, UR 1. അതേപോലെ സീനിയർ ഡ്രാഫ്റ്റ്സ്മാൻ ഒരൊഴിവാണുള്ളത്. UR. അത് URനാണ് ആ ഒരൊഴിവുള്ളത്. അതേപോലെ ജൂനിയർ ടെക്നീഷ്യൻ 2 എണ്ണമാണുള്ളത്. അതിൽ OBC 1, EWS 1. നെക്സ്റ്റ് സീനിയർ ലബോറട്ടറി അസിസ്റ്റൻറ്റ് 2 ഒഴിവാണുള്ളത്. SC 1, UR 1. അതേപോലെ അപ്പർ ഡിവിഷൻ ക്ലർക്ക് 8 ഒഴിവുകളാണുള്ളത്. SC 2, OBC 2, UR 4. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഗ്രേഡ് 2 ഒരൊഴിവ് URനാണുള്ളത്. അതേപോലെ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2 3 ഒഴിവുകൾ URന്. നെക്സ്റ്റ് ജൂനിയർ ലബോറട്ടറി അസിസ്റ്റൻറ്റ് 2 ഒഴിവുകളാണുള്ളത്. അതിൽ OBC 1, UR 1. അതേപോലെ ലോവർ ഡിവിഷൻ ക്ലർക്ക് 5 ഒഴിവുകളുണ്ട്. SC 2, UR 3. ഫീൽഡ് അറ്റൻഡൻറ്റ് ഒരൊഴിവാണ് URന്. അത് URനാണ് ആ ഒരൊഴിവ്. പിന്നെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് അതിൽ 3 ഒഴിവാണുള്ളത്. EWS 1, UR 2. ശമ്പള നിരക്കുകൾ വന്നിട്ട് ലെവൽ 6 35,400 മുതൽ 1,12,400 വരെ. അതേപോലെ ലെവൽ 4 വന്നിട്ടുണ്ട് 25,500 മുതൽ 81,100 വരെ എന്നൊക്കെ പറഞ്ഞിട്ട് ശമ്പള നിരക്കുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രായപരിധി മിക്ക ജോലികൾക്കും 18 മുതൽ 27 വയസ്സ് വരെയാണ്. സയൻറ്റിഫിക് അതേപോലെ മിക്ക ജോലികൾക്കും 18 മുതൽ 27 വയസ്സ് വരെ. സയൻറ്റിസ്റ്റ് ബിക്ക് മാത്രം 35 വയസ്സ് വരെയെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ PWBD വിഭാഗങ്ങൾക്കായിട്ട് 2 സയൻറ്റിസ്റ്റ് ബി സ്ഥാനങ്ങളായിട്ട് റിസർവ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലെ വിവിധ പോസ്റ്റിലേക്കുള്ള നിയമനവുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങളാണ്. അതിലൊന്ന് പറഞ്ഞിരിക്കുന്നത് സയൻറ്റിസ്റ്റ് ബി തസ്തികയ്ക്ക് നേരത്തെ തന്നെ ഈ CPCBയിൽ, അതായത് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് പ്രായപരിധി ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമതായിട്ട് പിന്നെ സീനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് തസ്തികയിലെ 4 ഒഴിവുകളിൽ 1 കേൾവിശക്തി കുറവുള്ള PWBD വിഭാഗത്തിനാണ് സംവരണം ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. മൂന്നാമതായിട്ട് ജൂനിയർ ട്രാൻസ്ലേറ്റർ തസ്തികയിൽ 1 ഒഴിവ് ലോക്കോമോട്ടർ ഡിസബിലിറ്റി, സെറിബ്രൽ പാൾസി പോലുള്ള PWBD വിഭാഗങ്ങൾക്ക് വേണ്ടി സംവരണം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് തസ്തികയിലെ 3 ഒഴിവുകളിൽ 1 ഡെഫ് ആൻഡ് ഹാർഡ് ഓഫ് ഹിയറിംഗ് വിഭാഗത്തിൽപ്പെട്ട PWBD ഉദ്യോഗാർത്ഥികൾക്കായിട്ട് റിസർവ് ചെയ്തിരിക്കുന്നു. പിന്നെ അതേപോലെ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു OBC PWBD ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അവൻ OBC പട്ടികയിലാകും കണക്കാക്കപ്പെടുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ അപ്പർ ഡിവിഷൻ ക്ലർക്ക് തസ്തികയിലെ 8 സ്ഥാനങ്ങളിൽ 2 എണ്ണം എക്സ് സർവീസ് മെന്നായി സംവരണം ചെയ്തിരിക്കുന്നു. അതിൽ നെക്സ്റ്റ് ലോവർ ഡിവിഷൻ ക്ലർക്കിൽ 5 ഒഴിവുകളുണ്ട്. അതിലൊന്ന് എക്സ് സർവീസ് മാനായിട്ട് റിസർവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ജൂനിയർ ലബോറട്ടറി അസിസ്റ്റൻറ്റ് തസ്തികയിൽ 2 ഒഴിവുകളിൽ 1 എക്സ് സർവീസ്മെനിനാണ്. പിന്നെ അതേപോലെ എക്സ് സർവീസ്മെൻ സംവരണത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർ അവരുടെ കാറ്റഗറിയിലേക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്യപ്പെടും. അതായത് ഇപ്പോൾ SC ആണോ ST ആണോ OBC EWS UR ഈ കാറ്റഗറിയിലേക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. അതേപോലെ എല്ലാ തസ്തികൾക്കുമായി പ്രായപരിധി കണക്കാക്കുന്നത് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതിയായ ഏപ്രിൽ 28, 2025 ആയിരിക്കും. അപ്പോൾ പിന്നെ വിവിധ വിഭാഗങ്ങൾക്ക് പ്രായത്തിൽ ഇളവ് നൽകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. SC ST ഉദ്യോഗാർത്ഥികൾക്ക് 5 വർഷം, OBC വിഭാഗത്തിന് 3 വർഷം, അതേപോലെ PWBD UR EWS 10 വർഷം, അതേപോലെ PWBD OBC 13 വർഷം, PWBD SC ST 15 വർഷം, അതേപോലെ ഗ്രൂപ്പ് എയിൽ വരുന്ന എക്സ് സർവീസ്മെൻ 5 വർഷം, ഗ്രൂപ്പ് B ആൻഡ് സിയിൽ വരുന്ന എക്സ് സർവീസ്മെൻ
സേവനകാലം ഒഴിവാക്കി 3 വർഷം. നെക്സ്റ്റ്, CPCB നിയമനത്തിൽ ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് ഇതേപോലെ പ്രായത്തിൽ ഇളവ് നൽകപ്പെടുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എക്സ് സർവീസ്മാൻ UR EWS 3 വർഷം, എക്സ് സർവീസ്മാൻ OBC 6 വർഷം, എക്സ് സർവീസ്മാൻ SC ST 8 വർഷം. നെക്സ്റ്റ്, യുദ്ധത്തിൽ പരിക്കേറ്റ് വിരമിച്ച പ്രതിരോധ സൈനികർക്ക് അതിപ്പോൾ UR EWS ആണെങ്കിൽ 3 വർഷം, പരമാവധി 45 വയസ്സ്. SC ST 8 വർഷം, പരമാവധി 50 വയസ്സ്. അതേപോലെ ഗ്രൂപ്പ് C തസ്തികകൾക്ക് വിധവകളും ഡിവേഴ്സ്ഡ് ആയിട്ടുള്ള വിമണാണെങ്കിൽ UR അല്ലെങ്കിൽ EWS 35 വയസ്സ് വരെ, SC ST ആണെങ്കിൽ 40 വയസ്സ് വരെ. അപ്പോൾ CPCB അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ജീവനക്കാർക്ക് 3 വർഷം ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ UR അല്ലെങ്കിൽ EWS 5 വർഷം, OBC 8 വർഷം, SC ST 10 വർഷം. പക്ഷേ ഇളവുകൾക്ക് ആധാരമായി എല്ലാ രേഖകളും നമ്മൾ നൽകണം, അത് ശ്രദ്ധിക്കുക. സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലെ ഗ്രൂപ്പ് C തസ്തികകളിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും CPCBയിലെ സ്ഥിരം ജീവനക്കാർക്കും അതേ തസ്തികയിലോ അല്ലെങ്കിൽ സമാനമായതിലോ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രായപരിധിയിൽ ഇളവ് ലഭിക്കും. അത് UR അല്ലെങ്കിൽ EWS 40 വയസ്സ് വരെ, OBC ആണെങ്കിൽ 43 വയസ്സ് വരെ, SC അല്ലെങ്കിൽ ST ആണെങ്കിൽ 45 വയസ്സ് വരെ. റിസർവ്ഡ് ഒഴിവുകൾക്കായി അപേക്ഷിക്കുമ്പോൾ അതാത് വിഭാഗത്തിന് അനുയോജ്യമായ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടായിരിക്കണം. SC ആണെങ്കിൽ അല്ലെങ്കിൽ ST ആണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, OBC നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ്, EWS ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് എല്ലാം ഫിനാൻഷ്യൽ ഇയർ 2024-25 എടുത്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. അപ്പോൾ അപേക്ഷാ സമയത്ത് പഴയ സർട്ടിഫിക്കറ്റ് നൽകിയാൽ ഡോക്യുമെൻറ്റ്സ് വെരിഫിക്കേഷൻ സമയത്ത് പുതിയ സർട്ടിഫിക്കറ്റ് നമ്മൾ നൽകേണ്ടി വരും. അതേപോലെ CPCBയിലെ വിവിധ പോസ്റ്റുകൾക്കായി PWBD വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. അപ്പോൾ ഓരോ പോസ്റ്റിനും യോജിച്ച വൈകല്യങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ലോ വിഷൻ, ബ്ലൈൻഡ്നസ്, ഡെഫ് ആൻഡ് ഹാർഡ് ഓഫ് ഹിയറിംഗ്, ലോക്കോമോട്ടർ ഡിസബിലിറ്റീസ്, ഓട്ടിസം, ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി, ലേണിംഗ് ഡിസബിലിറ്റീസ്, മെൻ്റൽ ഇൽനസ്, അതുപോലെ മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ്. അതേപോലെ PWBD എന്നത് മാത്രം പോരാ, ഓരോ തസ്തികയ്ക്കും യോജിച്ച വൈകല്യങ്ങളാണ് ഒഴിവുകൾക്കായിട്ട് പരിഗണിക്കപ്പെടുന്നത്. ഉദ്യോഗാർത്ഥിക്ക് കുറഞ്ഞത് 40% വൈകല്യമാണ് വേണ്ടത്. അതിന് മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാകണം. അപ്പോൾ സംവരണമില്ലാത്ത തസ്തികയിലും PWBD ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം, പക്ഷേ അവർ ജനറൽ മെറിറ്റിൽ വരണം. അപ്പോൾ ചുരുക്കത്തിൽ എല്ലാ 18 പോസ്റ്റുകളിലേക്കും PWBD വിഭാഗത്തിൽപ്പെട്ടവർക്ക് അപേക്ഷിക്കാം. അപേക്ഷിക്കുന്ന തസ്തികയിൽ തന്നെ യോജിച്ച വൈകല്യമുള്ളവർ മാത്രമേ പരിഗണിക്കപ്പെടുകയുള്ളൂ. അപ്പോൾ ശരിയായ ഫോർമാറ്റിലുള്ള സർട്ടിഫിക്കറ്റ് അത്യന്താപേക്ഷിതമാണ്. ഇനി നമുക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് നോക്കാം. ഫസ്റ്റ്, സയൻറ്റിസ്റ്റ് B, എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നോളജിയിൽ ബിരുദം വേണം. അതായത് എൻവയോൺമെൻറ്റൽ, സിവിൽ, ഇൻസ്ട്രുമെൻറ്റേഷൻ, കെമിക്കൽ, മെക്കാനിക്കൽ, AI കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT എന്നിങ്ങനെയുള്ള വിഷയങ്ങളിൽ. അല്ലെങ്കിൽ കെമിസ്ട്രി, എൻവയോൺമെൻറ്റൽ സയൻസ്, മൈക്രോബയോളജി എന്നിവയിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നെറ്റ് PhD ഉള്ളവർക്ക് മുൻതൂക്കമുണ്ട് എന്ന് എഴുതിയിട്ടുണ്ട്. അതേപോലെ അസിസ്റ്റൻറ്റ് ലോ ഓഫീസർ നിയമത്തിൽ ബിരുദം വേണം. കൂടാതെ ജുഡീഷ്യൽ സർവീസ്, ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റ്, സെൻട്രൽ ഗവൺമെൻറ് ലീഗൽ അഫയേഴ്സ് അല്ലെങ്കിൽ 5 വർഷത്തെ അഡ്വക്കസി പരിചയം ഉണ്ടായിരിക്കണം. ദെൻ സീനിയർ ടെക്നിക്കൽ സൂപ്പർവൈസറിന് ഇൻസ്ട്രുമെൻറ്റേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ ബിരുദവും 3 വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ്. ദെൻ സീനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് പറഞ്ഞിരിക്കുന്നത് സയൻസിലുള്ള മാസ്റ്റേഴ്സിൽ ഡിഗ്രി വേണം. കൂടാതെ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ദെൻ ടെക്നിക്കൽ സൂപ്പർവൈസർ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഇൻസ്ട്രുമെൻറ്റേഷൻ, എഞ്ചിനീയറിംഗ് ഡിഗ്രി കൂടാതെ 3 വർഷത്തെ എക്സ്പീരിയൻസ്. ദെൻ അസിസ്റ്റൻറ്റ്, അതിന് ബിരുദം കമ്പ്യൂട്ടറിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി ടൈപ്പിങ്ങും സ്കിൽ ടെസ്റ്റും. ദെൻ അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ് BCom അല്ലെങ്കിൽ 3 വർഷം അക്കൗണ്ട്സ്, ഓഡിറ്റ്, ക്യാഷ് ഹാൻഡ്ലിംഗ് അനുഭവം കൂടി ഉണ്ടായിരിക്കണം. BCom പ്ലസ് എക്സ്പീരിയൻസും കൂടി ഉണ്ടായിരിക്കണം. 3 വർഷം അക്കൗണ്ട്സ്, ഓഡിറ്റിംഗ്, ക്യാഷ് ഹാൻഡ്ലിംഗ് എക്സ്പീരിയൻസും കൂടി ഉണ്ടായിരിക്കണം. ദെൻ ജൂനിയർ ട്രാൻസ്ലേറ്റർ, ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ ഹിന്ദി ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഡിപ്ലോമ. ദെൻ 2 വർഷത്തെ എക്സ്പീരിയൻസ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് സീനിയർ ഡ്രാഫ്റ്റ്മാൻ ആണ്, സിവിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി ദെൻ പ്ലസ് 3 വർഷം എക്സ്പീരിയൻസ്. ജൂനിയർ ടെക്നീഷ്യൻ, ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, 1 വർഷം ലാബ് മെഷീനുകളിൽ സർവീസ് ചെയ്യുന്നതിനുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ദെൻ സീനിയർ ലബോറട്ടറി അസിസ്റ്റൻറ്റ് +2 സയൻസ് കൂടാതെ 3 വർഷം എക്സ്പീരിയൻസ്. പിന്നെ ഡിഗ്രിക്ക് മുൻഗണന.
ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് അപ്പർ ഡിവിഷൻ ക്ലർക്ക് ബിരുദം, അതിപ്പോൾ ഇംഗ്ലീഷ്, ഹിന്ദി, കമ്പ്യൂട്ടർ ടൈപ്പിങ്ങിൽ സ്പീഡ് ടെസ്റ്റും ഉണ്ടായിരിക്കണം. ബിരുദം പ്ലസ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി, കമ്പ്യൂട്ടർ ടൈപ്പിങ്ങിൽ സ്പീഡ് ടെസ്റ്റ്. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഗ്രേഡ് 2 +2 ആണ് പറഞ്ഞിരിക്കുന്നത്. 8000 കീ ഡിപ്രഷൻസ് സ്പീഡ് ടെസ്റ്റ്. ദെൻ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2 +2 ഡിറ്റേഷൻ പ്ലസ് ട്രാൻസ്ക്രിപ്ഷൻ സ്കിൽ ടെസ്റ്റ്. അതേപോലെ ജൂനിയർ ലബോറട്ടറി അസിസ്റ്റൻറ്റ് +2 സയൻസ് ഡിഗ്രിക്ക് മുൻഗണന എന്ന് പറഞ്ഞിട്ടുണ്ട്. ലോവർ ഡിവിഷൻ ക്ലർക്ക് +2, പിന്നെ കൂടാതെ ഇംഗ്ലീഷ്, ഹിന്ദി, കമ്പ്യൂട്ടർ ടൈപ്പിംഗ് സ്പീഡ് ടെസ്റ്റ്. ദെൻ ഫീൽഡ് അറ്റൻഡൻറ്റ് 10ാം ക്ലാസ്സാണ് പറഞ്ഞിരിക്കുന്നത്. +2 സയൻസ്, കൂടാതെ നന്നായിട്ടുള്ള ആരോഗ്യം, നീന്താനുള്ള കഴിവ് ഉള്ളവർക്ക് മുൻഗണന എന്ന് പറഞ്ഞിരിക്കുകയാണ്. ദെൻ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് MTSന് പറഞ്ഞിരിക്കുന്നത് 10th ക്ലാസ് അല്ലെങ്കിൽ ITI സർട്ടിഫിക്കറ്റ്. അത് ITIയിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ മെക്കാനിക് അല്ലെങ്കിൽ പ്ലംബർ. ഡോക്യുമെൻ്റ് പരിശോധനയ്ക്ക് വിളിക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്കുള്ള നിർദ്ദേശങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ക്വാളിഫിക്കേഷൻ നേടിയത് തെളിയിക്കുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകളും, ഉദാഹരണത്തിന് എല്ലാ സെമസ്റ്ററുകളുടെ മാർക്ക് ലിസ്റ്റ്, പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ് എല്ലാത്തിൻ്റെയും ഒറിജിനൽ ഹാജരാക്കണം. അപ്പോൾ കട്ട് ഓഫ് തീയതിക്ക് മുമ്പായി യോഗ്യത നേടിയിരിക്കണം. കട്ട് ഓഫ് തീയതി എന്ന് പറഞ്ഞാൽ നമുക്ക് ഏപ്രിൽ 28 ലാസ്റ്റ് ഡേറ്റ്. അതിനു മുമ്പ് അപേക്ഷിക്കുന്നവർ യോഗ്യത നേടിയിരിക്കണം. സമാനതയുള്ള വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് തുല്യതാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. അതേപോലെ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം അപേക്ഷിക്കാനാവുള്ളൂ. ഫീസും മറ്റു കാര്യങ്ങളുമാണ് ഇനി പറയുന്നത്. 2 മണിക്കൂറായിരിക്കും പരീക്ഷ വരുന്നത്. 750 രൂപ പരീക്ഷാ ഫീസ് പ്ലസ് 250 ടെക്സ്റ്റ് സെഷൻ ചാർജ് എന്നും പറഞ്ഞ് മൊത്തം 1000 രൂപയാണ് ഫീസ് വരുന്നത്. അപ്പോൾ 1 മണിക്കൂർ പരീക്ഷ അതായത് 350 പ്ലസ് 150 500 രൂപയാണ് ഫീസ്. അപ്പോൾ 2 മണിക്കൂർ പരീക്ഷ 750 രൂപയാണ് ഫീസായിട്ട് കണക്കാക്കിയിരിക്കുന്നത്. അതേപോലെ SC ST PWBD അതേപോലെ എക്സ് സർവീസ്മാൻ, സ്ത്രീകൾ ഇവരെയൊക്കെ പരീക്ഷാ ഫീസിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ ടെസ്റ്റ് സെഷൻ ചാർജ് അടയ്ക്കേണ്ടി വരും. അതേപോലെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികളെ ഇന്ത്യയിൽ നിന്ന് എവിടെയും നിയോഗിക്കാം. ആവശ്യമായ എക്സ്പീരിയൻസ് യോഗ്യത നേടുന്നതിന് ശേഷമുള്ളതായിരിക്കണം. അതേപോലെ അപേക്ഷയോടൊപ്പം സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യേണ്ടതില്ല. പക്ഷേ ഡോക്യുമെൻ്റ് പരിശോധനയ്ക്കിടെ ഇത് ഹാജരാക്കേണ്ടി വരും, ഒറിജിനൽ സർട്ടിഫിക്കറ്റ്. അപ്പോൾ അപേക്ഷയ്ക്ക് മുമ്പ് തന്നെ യോഗ്യതയും നമ്മുടെ എക്സ്പീരിയൻസും ഒക്കെ ഉറപ്പാക്കണം. 2025 ഏപ്രിൽ 28 വരെയുള്ള വിവരങ്ങൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം മാറ്റങ്ങൾ അനുവദിക്കില്ല. അതുകൊണ്ട് തന്നെ അപേക്ഷാ ഫോമിൽ നമ്മൾ ഡേറ്റ ഫില്ല് ചെയ്യുമ്പോൾ എല്ലാ വിവരങ്ങളും കറക്റ്റായിട്ട് പരിശോധിച്ചിട്ട് സബ്മിറ്റ് ചെയ്യുക. ഇപ്പോൾ ഫീസ് വരുന്നത് 2 മണിക്കൂർ പരീക്ഷ 1000 രൂപ ഫീസ്, 1 മണിക്കൂർ പരീക്ഷ 500 രൂപ ഫീസ്, അങ്ങനെയാണ് വരുന്നത്. ചേരുന്നവർ ഇന്ത്യയിൽ എവിടെയും പോസ്റ്റിംഗ് പ്രതീക്ഷിക്കണം എന്നാണ് എഴുതിയിരിക്കുന്നത്. അതേപോലെ എക്സ്പീരിയൻസിൻ്റെ കാര്യം, ആവശ്യമായ യോഗ്യത നേടിയ ശേഷം എക്സ്പീരിയൻസ് എടുക്കുക. അതേപോലെ അപേക്ഷയോടൊപ്പം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതില്ല, എന്നാൽ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനിൽ ഹാജരാക്കണം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അതേപോലെ പറഞ്ഞിരിക്കുന്നത് അപേക്ഷയിൽ വ്യാജരേഖകൾ ഉണ്ടെങ്കിൽ ജോലിയിൽ നിന്നും പുറത്താക്കപ്പെടുമെന്നാണ് എഴുതിയിരിക്കുന്നത്. അതേപോലെ കേന്ദ്ര സംസ്ഥാന സെമി ഗവൺമെൻറ് സ്ഥാപനത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടവർ യോഗ്യതയില്ല. തെറ്റുകൾ കണ്ടെത്തിയാൽ ലെറ്റർ കിട്ടിയാലും നിയമനം റിജക്റ്റ് ആക്കും എന്നാണ് എഴുതിയിരിക്കുന്നത്. അതേപോലെ SC ST OBC EWS PWBD എക്സ് സർവീസ്മെൻ റിസർവേഷൻ ഇവരുടെയൊക്കെ റിസർവേഷൻ കേന്ദ്ര സർക്കാരിൻ്റെ നിയമാനുസരണം ആയിരിക്കും. അതേപോലെ EWS സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് തെളിയിച്ചാൽ അതും നമ്മുടെ നിയമനം റിജക്റ്റ് ആക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ സർക്കാർ സെമി ഗവൺമെൻറ് PSU ഉദ്യോഗസ്ഥർ NOC ഹാജരാക്കണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് നിയമനം NBS അതായത് നാഷണൽ പെൻഷൻ സ്കീം പ്രകാരമായിരിക്കും. പ്രൊബേഷൻ പീരീഡ് ഉണ്ടാവും, അതിനുശേഷമായിരിക്കും സ്ഥിരമായിട്ടുള്ള നിയമനം ഉണ്ടാകുന്നത്. അതേപോലെ UGC AICTE PCI അംഗീകരിക്കാത്ത സ്ഥാപനങ്ങളിൽ നിന്ന് സർട്ടിഫിക്കറ്റുകൾ നേടിയവർ യോഗ്യതയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ജോയിനിങ്ങിന് മുമ്പ് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപേക്ഷാ ലിങ്ക് CBCB വെബ്സൈറ്റിലെ ജോബ് വിഭാഗത്തിൽ ലഭ്യമാണ്, www.cpcb.nic.in. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.